പക്ഷേ ബംഗ്ലാദേശിലെ കലാപഭൂമിയിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്തയാണ് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി കാവലിരിക്കുന്ന മുസ്ലിങ്ങൾ. ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കളെ ആരും ഉപദ്രവിക്കാതിരിക്കുവാനും ഒക്കെ പള്ളികളിൽ ഇവർ ആഹ്വാനങ്ങൾ നടത്തുന്നു, ഹിന്ദുക്കളെ ആരും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സത്യത്തിൽ ഈ കലാപത്തിനിടയിലും അത്തരത്തിൽ ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമല്ല. എന്താണ് അതിൻ്റെ പിന്നിൽ? ഇനി മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം? എന്താണ് അത്? സത്യം പറഞ്ഞാൽ ഏതൊരു കലാപത്തിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ കലാപകാലത്ത് നമ്മൾ കാണുന്ന ഒരു സ്ഥിരം പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഒരു കലാപം ഉണ്ടായി കിട്ടിയാൽ ആ അവസരം ഉപയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സാമൂഹ്യദ്രോഹികൾ എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് ദേശഭാഷ വൻകര വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ജാതി മതഭേദങ്ങളും ഇല്ല. സൗകര്യം കിട്ടുമ്പോൾ ആർക്കാണ് ഒരു സ്ഥലത്തിപ്പോൾ ആർക്കാണോ ഈ കൂടുതൽ സൗകര്യമുള്ളത് അവർ ഉപയോഗിക്കും. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, മലബാർ കലാപകാലത്ത് മലബാറിലുണ്ടായിട്ടുണ്ട്, ലോകത്തിലെ എല്ലാ കലാപത്തിലും ഉണ്ടായിട്ടുണ്ട്. അതെന്താ വെച്ചാൽ സൗകര്യം കിട്ടിയാൽ കൊള്ളയടിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുവെക്കും, സൗകര്യം കിട്ടിയാൽ ബലാത്സംഗം ചെയ്യാനുള്ള ഈ കൊതിയോടെ കാത്തിരിക്കും. ഈ സാമൂഹ്യദ്രോഹികളുടെ മനസ്സിൽ ഈ ക്രിമിനൽ വാസന എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് നല്ലൊരു അവസരം, ഒരു അരക്ഷിതാവസ്ഥ വന്നു, നിയമപാലകരില്ലാത്ത അവസ്ഥ വന്നു, അല്ലെങ്കിൽ ഉള്ള നിയമപാലകർ മുഴുവൻ ഈ അക്രമികളെ അമർച്ച ചെയ്യാൻ പോയി. ആ സമയത്ത് വീടുകൾ കയറി കൊള്ളയടിക്കുക, ബാങ്കുകൾ കൊള്ളയടിക്കുക, ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക, അത്രയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഏതൊരു കലാപം തീരുമ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ, ഇപ്പോൾ ലോകത്തിലെ ഏത് കലാപത്തിൻ്റെ ചരിത്രമെടുത്തോളൂ, ഇൻ്റർനാഷണൽ ഏജൻസികളൊക്കെ തന്നെ, ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഏത് കലാപത്തെക്കുറിച്ച് ഇപ്പോൾ എത്രയോ കാലം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ കലാപം, ഇറാഖിലെ വലിയ കാലത്തെ യുദ്ധം, ശ്രീലങ്കൻ കലാപം, ഏതെടുത്താലും ഇപ്പോൾ മണിപ്പൂർ കലാപത്തിന് ശേഷം പോലും പുറത്തു വന്ന വിവരങ്ങൾ കാണിക്കുന്നത് ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ കലാപത്തിൻ്റെ മറയാക്കി നടന്നു എന്നാണ്. കലാപത്തിന് അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏത് കലാപത്തിനും അതിൻ്റെതായ കാരണങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളോ മതപരമായ സാമുദായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നത് അല്ലെങ്കിൽ ബാക്കിയാകുന്നത് പലപ്പോഴും ഇത്തരം അവസരം കാത്തിരുന്ന ക്രിമിനൽ കുറ്റവാളികളുടെ കുറ്റങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും ആശ്വാസകരമായൊരു വാർത്ത നേരെ മറിച്ചാണ്. ഒരു കലാപത്തിൽ നിന്ന് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ വരെ കേട്ടുകൊണ്ടിരുന്നത് ഷെയ്ഖ് ഹസീന പോരുന്നത് വരെ അവിടെ ഷെയ്ഖ് ഹസീനക്കെതിരായുള്ള കലാപം എന്ന വ്യാജേന അവിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം നടന്നിട്ടുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള കലാപം നടന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുകൾക്കെതിരെ. അതിനെന്താ അടിസ്ഥാന കാരണം? അതൊരു രാഷ്ട്രീയമുണ്ട്. ഈ ബംഗ്ലാദേശിൽ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന മതമൗലികവാദികൾ, പ്രത്യേകിച്ച് അവിടുത്തെ രണ്ട് പാർട്ടികൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഒന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. രണ്ടും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളാണ്. അല്ലെങ്കിൽ വലതുപക്ഷ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രദേശീയത, തീവ്രദേശീയത, ഉഗ്രമതമൗലികവാദം, ഇത് രണ്ടും ഉള്ളവരാണ്. അവർ നല്ല അവസരമായിട്ട് ഇതിനെ ഉപയോഗിച്ചു. അവർക്ക് തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അന്യ സമുദായ വിരോധം ഉണ്ടാവും, അന്യമത വിരോധം ഉണ്ടാവും. അത് അവരുടെ ക്രിമിനൽ വാസനയാണ്, ആ ദേശത്തിൻ്റെ സ്വഭാവമല്ല. പക്ഷേ ഏതൊരു ദേശത്തിനും അങ്ങനെ സ്വഭാവം ഉണ്ടാവില്ല. അതിൻ്റെ പൗരന്മാരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്നല്ലാത്ത ഏത് പേരിലായാലും. പിന്നെ അവിടെ ബംഗ്ലാദേശിൽ അതിന് അനുകൂല സാഹചര്യം ഉള്ളത് അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആണ്. അറിഞ്ഞിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷമായി വളരെ പ്രത്യേക താല്പര്യത്തോടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും സ്ഥാനമാനങ്ങളിൽ ഭാരവാഹിത്വത്തിലൊക്കെ അവർ വരികയും, അവാമി ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് ധാരാളം ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മതേതര പാർട്ടിയാണ് അവാമി ലീഗ്. അപ്പോൾ അവാമി ലീഗിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ, ആ തക്കത്തിൽ ഇവരുടെ ഉള്ളിലുള്ള ഹിന്ദു വിരോധം പുറത്തു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഹിന്ദുക്കളെ ആക്രമിച്ചു. ഹിന്ദുക്കളെ ഇന്നലെ രണ്ട് നേതാക്കളെ കൊന്നു. രണ്ടും അവാമി ലീഗിൻ്റെ നേതാക്കളാണ്. അവർ ഹിന്ദുക്കൾ ആയിപ്പോയി എന്നേ ഉള്ളൂ. ആ വിരോധം, അവാമി ലീഗിനോടുള്ള വിരോധവും ഹിന്ദു വിരോധവും ഒന്നിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു ദേവാലയങ്ങളെ ആക്രമിച്ചു. ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ ആക്രമിച്ചു. ഇന്നിപ്പോൾ കാണുന്ന ചിത്രം മാറി. ഇന്നിപ്പോൾ അവാമി ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഇന്നലെ വരെ തെരുവിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി തെരുവിൽ യുദ്ധം ചെയ്തവരാണ്. പക്ഷേ ഷെയ്ഖ് ഹസീന പോയി. അതിൻ്റെ ഗുണദോഷങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ വരുംവരായികളൊക്കെ ഹസീന നേരിടുമായിരിക്കും. പക്ഷേ തൽക്കാലം അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. കൂടുതൽ സുരക്ഷിതമായ ഒരു രാജ്യത്ത് അവർ എത്തുമായിരിക്കും. അത് അവരുടെ ഭാവി. അതേ സമയത്ത് ആ സമയത്ത് അനുയായികളെ മുഴുവൻ തെരുവിൽ ഇട്ടിട്ട് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി നാട് വിട്ടു പോയില്ലേ, ഒളിച്ചോട്ടമായില്ലേ എന്നൊക്കെയുള്ള ആരോപണം അവർ നേരിടേണ്ടി വരും. അത് രാഷ്ട്രീയ ജീവിതത്തിൽ അവരെ പിന്തുടരുകയും ചെയ്യും. അതൊക്കെ വന്നോട്ടെ. പക്ഷേ
അവാമി ലീഗിലെ ഹസീനയുടെ അനുയായികൾ നല്ല ബോധം കാണിച്ചു, സാമൂഹ്യ ബോധം കാണിച്ചു, ദേശീയ ബോധം കാണിച്ചു, വലിയ ഉയർന്ന മാനവികത കാണിച്ചു. ഇന്നവർ ചെയ്തത്, ഇന്നലെ വരെ അവിടുത്തെ പ്രതിപക്ഷമായിരിക്കണം, തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷത്തുള്ള മതമൗലികവാദികളായിരിക്കണം അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിച്ചത്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലാൻ ചെന്നത്, അവിടുത്തെ ക്രിസ്ത്യാനികളെയും ചർച്ചുകളെയൊക്കെ ആക്രമിക്കാൻ പോയതും അവരായിരിക്കണം. പക്ഷെ അവാമി ലീഗ് ഇന്നത്തെ തിരിച്ചടി തെരുവിൽ അക്രമം നടത്തുന്നവർക്കെതിരെ അല്ല. അവരുടെ ഒരു പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം അവരെ ഏറ്റെടുത്തത് ഇത്തരം ദേവാലയങ്ങൾക്ക് കാവൽ നിൽക്കുന്നവർ. അതാണ് വലിയ വാർത്തയാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഈ കലാപ ഇന്നലെ വരെ ഹിന്ദുക്കളെ അടിച്ചോടിച്ചിരുന്നവർ, ഹിന്ദു ക്ഷേത്രങ്ങളെ ഉപദ്രവിച്ചിരുന്നവർ, ഹിന്ദുക്കളെ തല്ലിക്കൊന്നുകൊണ്ടിരുന്നവർ, പെട്ടെന്നൊരു സമയം അവർക്ക് മാനസാന്തരം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അല്ല, ഒരിക്കലും അല്ല. അവർക്ക് യാതൊരു മാനസാന്തരവും വന്നിട്ടില്ല. ഇന്നലെ വരെ അവാമി ലീഗിനോടുള്ള വിരോധം കൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിച്ചിരുന്നവർ, ഹിന്ദുക്കളെ ആക്രമിച്ചിരുന്ന ആരാണ്? ഇസ്ലാമിക മൗലികവാദികളും ഈ എന്താ പറയുക തീവ്ര ദേശീയവാദി എന്ന് പറഞ്ഞാൽ ആണല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയവാദം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ദേശീയവാദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരാണ് പ്രതിപക്ഷ കക്ഷികളാണ് ഇവരെ ആക്രമിച്ചതും കൊന്നതുമൊക്കെ. പക്ഷേ അവാമി ലീഗ് ഇങ്ങനെ പ്രതിപക്ഷം കലാപം കൂട്ടുമ്പോൾ അവരെ നേരിടാൻ പോയിരുന്നതിന് പകരം അവരുടെ പ്രാഥമികമായ ദൗത്യം മറ്റൊന്നാക്കി തീർത്തു. ഇനി അങ്ങോട്ട് ഈ പ്രതിപക്ഷം ഞങ്ങളെ നേരിടാൻ വന്നാൽ, ഞങ്ങളെ കൊല്ലാനും നേരിടാനും വരുന്നതിനേക്കാൾ ഞങ്ങൾ തിരിച്ചടിക്കുക ഞങ്ങളുടെ ഹിന്ദു സഹോദരങ്ങളെ നേരിടാൻ വന്നാലാണ്. അത് അവാമി ലീഗാണ് ചെയ്യുന്നത്. രണ്ട് കൂട്ടരാണ്. ആക്രമിച്ചതൊരു കൂട്ടരാണ്, നേരിടുന്ന ഒരു കൂട്ടരാണ്. കാരണം അവാമി ലീഗിൻ്റെ മെമ്പർമാർ, അവാമി ലീഗിലാണ് ഹിന്ദുക്കൾക്ക് മെമ്പർഷിപ്പ് ഉള്ളത്, ക്രിസ്ത്യാനികൾക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ബംഗ്ലാദേശികൾ, അവർ അവാമി ലീഗുകാരാവട്ടെ, ആരാവട്ടെ, ഏത് പാർട്ടിക്കാരാവട്ടെ, അവർക്ക് രണ്ട് ഗുണമുണ്ട്. അവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടും, സമാധാന പ്രേമികളായ മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ കിട്ടും. ഏത് ദേശത്തും സമാധാന പ്രേമികളായിരിക്കുമല്ലോ കൂടുതൽ. അക്രമം കാണിക്കാൻ വരുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഒറ്റപ്പെടുത്താൻ വരുമ്പോൾ പതുക്കെ അവിടെ സമാധാനം കൈവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതിനകത്ത് ഏറ്റവും ആശാവഹമായൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കാവുന്നതാണ് നമുക്ക്. ഇന്ത്യയിലും ഉണ്ട് അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ട്. ബംഗ്ലാദേശ് അല്ലേ, അവിടെ ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊന്നിരിക്കും. ബംഗ്ലാദേശ് അല്ലേ, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ കാണില്ല, അവിടെ ക്രിസ്ത്യൻ ക്ഷേത്രങ്ങൾ കാണില്ല. അങ്ങനെയുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങളിലൊന്നും പാകിസ്ഥാനിലൊക്കെ പറയുമ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിലാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ, ഒരു പക്ഷേ ജനസംഖ്യ ഏരിയ നോക്കുമ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുടെ ഡെൻസിറ്റി ഉള്ളത്. അതൊക്കെ സത്യം, യാഥാർത്ഥ്യം അതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല, അതിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് മറിച്ചാണ് വരിക. ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം, സന്തോഷം തന്നെ പറയണോ അത്, കാരണം ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് ചിറ്റഗോങ് എന്ന് പറയുന്ന ഒറ്റ നഗരത്തിൽ, ബംഗ്ലാദേശിലെ ഒറ്റ നഗരത്തിൽ 100-ലേറെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബംഗ്ലാദേശിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളുടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ചിറ്റഗോങ്ങിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കൾക്കും കാവലിരിക്കുന്ന വലിയൊരു ശതമാനം മുസ്ലിങ്ങളുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അവിടെയും ചർച്ച് ഉണ്ടായിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ പറയപ്പെട്ട തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിൽ അവർ പ്രാണനും കൊണ്ട് ഓടണ്ടേ, എന്നോ ഓടിപ്പോണ്ടേ. ഇപ്പോൾ അവിടുന്ന് ഓടിപ്പോകുന്നത് മുസ്ലിമായ ഷെയ്ഖ് ഹസീനയാണ്. അപ്പോൾ അതൊരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കഥകളല്ല, പലപ്പോഴും പല രാഷ്ട്രങ്ങളുടെയും ആന്തരിക യാഥാർത്ഥ്യം എന്ന് പുറത്തു വരാൻ, അത് അറിയാനൊരു പക്ഷേ ഒരു കലാപം വേണ്ടി വന്നു. 500 ആളുകൾ മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എങ്കിലും ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും ഈ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ കാവലിരിക്കുന്നു, പള്ളികളിൽ ഇത്തരം ആഹ്വാനങ്ങൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളികളിലൂടെ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ബംഗ്ലാദേശ് അല്ലേ, പള്ളികളിലൂടെ അവിടെ ഹിന്ദു ക്ഷേത്രം തകർക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പുറത്തും പോയി തകർക്കുന്ന പള്ളികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്. അത് നമ്മുടെ സഹോദരങ്ങളുടെ ദേവാലയമാണ്. എല്ലാ ദേവാലയങ്ങളും ആത്യന്തികമായി വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്. ഒരൊറ്റ ഹിന്ദു ക്ഷേത്രത്തിനും കേടുപാടുകൾ വരുത്തരുത് എന്നാണ് അത്ര ബംഗ്ലാദേശിലെ പള്ളികളിൽ നിന്ന് മുഴങ്ങുന്നത്. അത് ഏത് ദേവാലയത്തിൽ നിന്നും മുഴങ്ങേണ്ട ഏറ്റവും മാനവികവും ഏറ്റവും ദൈവികവുമായ വചനമാണ്. നമുക്കത് കേട്ട് ആഹ്ലാദം കൊള്ളണം, സത്യത്തിൽ സമാധാനിക്കണം. കാരണം അത്തരം കാര്യങ്ങൾ പള്ളികളിലൂടെ ആഹ്വാനം ചെയ്യുന്നവരെ അഭിനന്ദിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത്തരം പള്ളികളാണ് ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാവുന്നത്. കലാപം നടക്കുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്നവരല്ല. കൂട്ടമണിയടിച്ചിട്ട് അന്യ സമുദായക്കാരനെ കൊല്ലാൻ പോകണം എന്ന് പറയുന്നവനെ അല്ല, മറിച്ച് കൊല്ലരുതേ അവനെ സംരക്ഷിക്കുമെന്ന് പറയുന്നവരെയാണ്. തീർച്ചയായിട്ടും ശാന്തി മന്ത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ മുഴങ്ങുന്നത് ശാന്തി മന്ത്രമാണെങ്കിൽ ആ ശാന്തി മന്ത്രത്തിന് കൂട്ടുനിൽക്കാനും മാത്രമേ സമാധാന പ്രേമികൾക്ക് കഴിയൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഇനി ബംഗ്ലാദേശിന്റെ സമാധാനം
ഉണ്ടാകട്ടെ, അവിടെ എല്ലാവരും എല്ലാ മതസ്ഥരും ഒന്നിച്ചു ചേർന്ന് ഒന്നായി മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയം നടന്നുകൊള്ളട്ടെ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഏതെങ്കിലും മുസ്ലിം പാർട്ടികൾ ഭരിച്ചു എന്ന് വരും, ആര് ഭരിക്കട്ടെ, നമുക്കെന്താ, മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം, സമാധാനം വേണം, അതാണ് ആത്യന്തികമായ കാര്യം. തീർച്ചയായിട്ടും. ഈ വിഷയമായി നമുക്ക് വീണ്ടും ചർച്ചയിൽ ഇരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും.